ഈ 2025 ആരംഭ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഈ വർഷം തികച്ചും പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക്, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്, ആരാധിക്കുന്ന കുടുംബങ്ങൾക്ക് തികച്ചും അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും അവയെ പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നിന്നോട് കൂടെ ദൈവമുള്ളത് കൊണ്ട് നിന്നെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു ശക്തിയെ സ്വർഗം അനുവദിക്കത്തില്ല. അമ്മേ, അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറും. ഇന്ന് വായിച്ച വചനവും വ്യത്യസ്തമായ വചനമാണ്. യഹോവ എന്റെ ഇടയനായതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല. നീ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോയാലും, എന്തൊക്കെ മുട്ടുകൾ നിനക്കെതിരെ ഉണ്ടെന്ന് തോന്നിയാലും, അവൻ മുട്ടുണ്ടാകാതെ നടത്തുന്ന ഒരു ദൈവം, പച്ചയായ പുൽപ്പലങ്ങളിലൂടെ വഴി നടത്തുന്ന ഒരു ദൈവം, അവൻ സത്യതയുടെ അനുഭവങ്ങളിലൂടെ അവൻ കുടുംബത്തെ, തലമുറകളെ നയിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. അവസാനം പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതായിരിക്കണം ഒരു ദൈവവേദന്റെ ഹല്ലേലൂയ ആഗ്രഹം എന്ന് പറയുന്നത്. കർത്താവ്, നീ എനിക്ക് തരുന്ന ഈ ആയുസ്സ് ദൈവാലയത്തിൽ ദീർഘകാലം ആരാധിക്കുവാൻ, ആമേൻ, ദൈവം തരുന്ന ഓരോ ദിവസങ്ങളും ആഴ്ചകളും വിലപ്പെട്ടതായി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ അമ്മേ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ എന്നും മുതൽ അമ്മ അതരത്തിൽ അമ്മ ഉരുവിടുന്ന വചനമാ. എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ, അവസാനം വിശ്രമിക്കുമ്പോഴും ഇതേ വചനം പറയും. നാം എത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർന്ന് പറയാം. ഹല്ലേലൂയ. അല്ല എങ്കിൽ നിങ്ങളോട് ദൈവം ഇടപെടുന്ന വചനങ്ങൾ രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവത്തോട് സംസാരിച്ചിട്ട് കിടക്കുവാൻ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സങ്കീർത്തനം കൂടിയായിരുന്നു 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആയിക്കോട്ടെ, ദൈവം നമ്മെ ഭയങ്കര അത്ഭുതങ്ങളിലൂടെ, വിടുതലിലൂടെ, ദൈവപ്രവൃത്തിയിലൂടെ ദൈവം നടത്തും. ഹല്ലേലൂയ. ഏതൊക്കെ വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഏതൊക്കെ വിഷയങ്ങൾ ദൈവത്തോട് ആഗ്രഹിച്ചിട്ടുണ്ടോ, തന്റെ മക്കളുടെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു അപ്പയാണ് നമ്മൾ ഇന്ന് രാത്രി പകൽക്കാലം ആയിരിക്കുന്നത്. ആകാരം നമ്മെ നടത്തുവാനിടയ്ക്ക് എന്തുകൊണ്ടും വർഷത്തിന്റെ ആരംഭത്തിന് പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. ഓരോ വ്യക്തികളുടേതായ ജീവിതമെടുത്ത് പഠിച്ചാലും ഒരു വിവാഹമാകട്ടെ, ഒരു കുഞ്ഞുട്ടി ബർത്ത്ഡേ ആകട്ടെ, എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ എന്റെ കേൾക്കുന്ന ദൈവവേദനെ ഈ ആദ്യത്തെ വിശുദ്ധ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പഠിക്കുമ്പോഴും യോഹന്നാൻ 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോ യേശുവിന്റെ ഹല്ലേലൂയ അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ചത് ആരംഭങ്ങൾക്ക് അടയാളത്തോടുകൂടെ കാനാവിൽ അത്ഭുതം കാണുവാനിടയായി. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ ആരംഭത്ത് ഒരത്ഭുതമെങ്കിലും ദൈവമെന്റെ നൃത്തത്തെ മതിയാകത്തുള്ളൂ. ഒരത്ഭുതമെങ്കിലും പ്രാപിച്ചിട്ട് ഞാൻ നിന്റെ സന്നിധിയിൽ മാറത്തുള്ളൂ എന്ന് എത്ര പേർ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ പച്ചവെള്ളത്തെ ഈ ഞാക്കിയതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പകരുന്ന വിടുതല സൂപ്പർ നാച്ചുറൽ അത് ദൈവം ചെയ്തിരിക്കും. എന്റെ കുഞ്ഞെ, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കാര്യം നിന്നെ പകൽക്കാലം തൊടാൻ പോകുക. ഹല്ലേലൂയ. വന്നതുപോലെ ഇന്ന് പകൽ പോകുവാൻ ആരും ആഗ്രഹിക്കരുത്. കർത്താവേ, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് സ്പർശിക്കണം. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചുകൊണ്ട് ഈ വർഷം ആരംഭിക്കുവാൻ ഓരോ ദിവസവും മുമ്പോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ എന്റെ കുടുംബത്തിനകത്ത് അയക്കണം, എന്റെ തലമുറ മേൽ അയക്കണം. ആഗ്രഹിച്ചാൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതിനായി സ്വർഗ്ഗം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി കർത്താവിനോട് സംസാരിച്ചത് മത്തായി എഴുതിയ സുവിശേഷത്തിന് അതിന്റെ 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള ഭാഗമാണ്. അവിടെ നമുക്ക് വെളിച്ചത്തെ കുറിച്ചാണ് അവിടെ ആധികാരികമായി കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വെളിച്ചം എന്ന് പറയുന്നത് ഹല്ലേലൂയ വെളിച്ചത്തിന്റെ മുമ്പിൽ ഒന്നിനും മറവല്ല. ഹല്ലേലൂയ. നിന്റെ ഏത് വിഷയത്തിനും മറവായി നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സാക്ഷാൽ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ യേശുവാണ്. അമ്മേ, ഈ വർഷം നാം ആഗ്രഹിക്കണം, ഞാനൊരു വെളിച്ചമായി മാറാൻ പോകുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാനൊരു വെളിച്ചമായി മാറാൻ പോകുക? ഈ വർഷം ഞാനൊരു വെളിച്ചമായി മാറും. ഹല്ലേലൂയ. എപ്പോഴും ദൈവവേദന നിന്റെ ഉള്ളിനകത്തുള്ള ആഗ്രഹം അതായിരിക്കും.
ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കാൻ വന്ന ദൈവകുഞ്ഞേ, നിന്നെ ഒരു വെളിച്ചമായിട്ടാണ് യേശു തിരഞ്ഞെടുത്തിരിക്കുന്നത്. എത്ര ഇരുട്ടേറിയ വിഷയങ്ങൾ ജീവിതത്തിനകത്തുണ്ടെങ്കിലും ആ ഇരുട്ടിന്റെ നടുവിൽ നിന്നെ വെളിച്ചമാക്കി തീർക്കുവാൻ യേശുവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആമേൻ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. നീ ഒരു സാധാരണ വ്യക്തിയായി വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി പോകുവാനുള്ള സ്വർഗം ആഗ്രഹിക്കുന്നത് ലോകത്തെ മുഴുവൻ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമായി മാറാൻ കഴിയും. ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥനയായിരിക്കാം ഒരു ലോകത്തിൽ ഒരു ഉണർവ് വരുവാൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു പക്ഷേ നിന്റെ ആരാധനയായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു, യേശുവേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി മാറുവാൻ യേശു പറഞ്ഞ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പ്രകാശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വെളിച്ചമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, എത്ര ഇരുട്ടിനെയും പുറത്താക്കി കളയാനിടയായിത്തീരും. അമ്മേ, ഹല്ലേലൂയ. ഇരുട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് വെളിച്ചം ഓടത്തില്ല. ഹല്ലേലൂയ. നീ ദൈവസന്നിധി വിട്ട് ഓടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ വിട്ട് ഓടത്തില്ല. യഥാർത്ഥ ഒരു വെളിച്ചമായി പ്രകാശിക്കുവാൻ ഒരു ദൈവവൈദ്യർ ആരംഭിച്ചാൽ നിന്നെ വിട്ട് നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. ഈ വർഷം എത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വർഗം പറയുന്നു ആ പ്രശ്നം നിന്നെ തകർത്ത് കളയത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭയെ വിട്ട് മാറിപ്പോകും. ആരാധിക്കുന്ന ദൈവകുഞ്ഞെ നിന്നെ വിട്ട് മാറിപ്പോകും. കാരണം ലോകത്തിന്റെ വെളിച്ചമായി. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ ദിവസങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ കണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് എവിടെയോ ഒരു മൂലക്കകത്ത് ഒതുങ്ങി പോകുവാനല്ല. ഹല്ലേലൂയ. നീ ഒരു വെളിച്ചമായി മാറുമ്പോൾ നിന്റെ വെളിച്ചം, നിന്റെ പിന്നിൽ ഒരു സമൂഹം വരുന്നുണ്ട്. നീ ഒരു ദൈവ പൈതലാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാക്ഷാൽ വെളിച്ചമായ യേശുവിന്റെ മക്കളെന്ന് നിന്നിലൂടെ വെളിപ്പെടുത്തുന്നതാണ് യേശുവിന്റെ മാർഗം. ഹല്ലേലൂയ. അതിനെ മറച്ചു വയ്ക്കുവാൻ ഏത് ശക്തി ശ്രമിച്ചാലോ, എന്ത് കടഭാരം ശ്രമിച്ചാലോ, എന്ത് രോഗം ശ്രമിച്ചാലോ, എന്ത് അസമാധാനം ശ്രമിച്ചാലോ അതിനൊന്നും നിന്നെ തകർത്തു വയ്ക്കുവാൻ, ഒതുക്കി വയ്ക്കുവാൻ പറ്റത്തില്ല. കുഞ്ഞേ, ഹല്ലേലൂയ. നീ മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രകാശം അനേകർ കാണുവാനിടയായി തീരും, അനേകർ അറിയുവാനിടയായി തീരും. നീ യേശുവിന്റെ പൈതലാണെന്ന്. ഹല്ലേലൂയ. നിന്നിലൂടെ സമൂഹം ആമേൻ യേശുവിന്റെ ആമേൻ സത്യത്തെ മനസ്സിലാക്കുവാനിടയായി തീരും. പൈശാചിക ശക്തിയുടേതായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ, ഹല്ലേലൂയ, വെളിച്ചത്തെ എങ്ങനെയെങ്കിലും ഇരുട്ടാക്കി മാറ്റണം. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഒരു ദൈവവൈദ്യന്റെ പിന്നിൽ ഇരുട്ടിന്റെ ശക്തികൾ എപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും നീ ഇരുട്ടിനടിമയായി മാറരുത്. ഹല്ലേലൂയ. ഒരാരാധന മുടക്കിയാൽ ഇരുട്ടാണ് ജയിക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരടി അന്യത്തൊന്ന് പുറകോട്ട് പോയാൽ ഇരുട്ട് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഒരു ദൈവ പൈതലിനെ കീഴടക്കണമെന്ന് പറഞ്ഞ് ലക്ഷ്യം വെച്ച് ഊടാടി തന്ത്ര പിശാചിന്റെ ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, നിന്റെ ലക്ഷ്യം ഞാൻ അവയെ സാക്ഷാൽ വെളിച്ചമായി യേശുവിനോടൊപ്പം പ്രകാശിക്കാൻ പോകുക. എന്തുകൊണ്ടാണ് പ്രകാശിക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. മറ്റാർക്കുമില്ലാത്ത ഭാഗ്യം ഈ ലോകത്തെ ഒഴിവാക്കിയ നിന്നെ തിരഞ്ഞെടുത്ത ആ യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു മഹത്വത്തിന്റെ ധനമായ യേശു നമ്മുടെ ഉള്ളിലുണ്ട്. എപ്പോഴും യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ പ്രശ്നം ജയിക്കത്തില്ല. ഞാൻ പ്രകാശിക്കും, ഞാൻ വിജയിക്കും. എന്റെ വിഷയത്തിനകത്ത് മറുപടിയെ കൊണ്ടുവരും. അവയെ കഴിഞ്ഞ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ഏതെങ്കിലും ഒക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനെ നോക്കി പറ, ഈ വർഷം നിശ്ചയമായി ഞാൻ ജയിച്ചിരിക്കും. ഈ വർഷം എന്റെ വിഷയത്തിനകത്ത് പ്രകാശം വെളിപ്പെട്ടിരിക്കും. മലമേലിരിക്കുന്ന ഒരു പട്ടണത്തെ ഒരു വ്യക്തിക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല. കാരണം അത് മലമേലാണ്. നിന്നെ യേശു വിളിച്ച് ദൈവമൈതലെ ഇരുത്തിയിരിക്കുന്നത് മലമേലാണ്, ഉയർന്ന സ്ഥലത്താണ്. നിന്റെ ഉയർച്ച അനേകർ കാണാൻ പോകുക. ശത്രു പറയും നിന്നെ ഒതുക്കാൻ എളുപ്പമെന്ന്. അവൻ ദൈവം പറയും എന്റെ കുഞ്ഞിനെ ഒതുക്കാൻ പറ്റത്തില്ല, അവൾ മലമേലായിരിക്കുന്നത്.
അവൻ ആരാധനയുടെ മുകളിലായിരിക്കുന്നത്. അവൻ ഒത്തിരി ചിന്തകൾ അതോടൊപ്പത്തിൽ കാണാൻ കഴിയും. അവൻ തന്നിന്മേലിരിക്കുന്ന വിളക്ക് നമ്മെ എപ്പോഴും ദൈവപൈതലെ അവൻ താണ സ്ഥലത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ഇച്ചിരി പ്രകാശമേ കാണത്തുള്ളൂ. പക്ഷെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഒരു വിളക്കിനെ കൊണ്ടുവച്ചാൽ അത് ഫുള്ളും പ്രകാശിക്കും. ഈ പകൽക്കാലം നാം തീരുമാനിക്കണം, ഞാൻ താണ അവസ്ഥയിലല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആത്മീയ നിലവാരം ഉയർന്ന അവസ്ഥയിലായി മാറാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു താണ ക്രിസ്ത്യാനിയായിട്ട് ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. അത് തന്നിന്മേലിരിക്കുന്ന വിളക്കാക്കി യേശു എന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോ അതിനെതിരായി ഒരു ശക്തിക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഈ യേശുവിനെ അറിയുവാൻ ഭാഗ്യം തന്നത്. യേശുവിന് വേണ്ടി ഇവരോട് നിന്നിട്ട് ദൈവത്തെ മഹത്വം കൊടുത്ത് പുറകോട്ട് പോകാതെ വെളിച്ചമായി നിൽക്കുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു, നീ മുഖേന നിന്റെ വീട്ടിലുള്ള എല്ലാരും പ്രകാശിക്കും. എല്ലാരും കൃപയിലോട്ട് വരും. അവ എത്ര തന്നെ ആരൊക്കെ തടഞ്ഞ് എവിടെയൊക്കെ നിർത്തിയാലും അവർ വന്നിരിക്കും. പുതുതായിട്ട് വന്ന സിസ്റ്റർ കർത്താവ് പറയുന്നു, ഒരു വെളിച്ചമായി നിന്നാ മതി. കൃപയിൽ അനേകർ വന്നിരിക്കും. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരെ കർത്താവ് വർഷത്തോടും വീട്ടിലുള്ള എല്ലാവർക്കും മൃഗവാസമായി നീ മാറാൻ പോകുക. വെളിച്ചവൻ നിന്റെ കൂടെയുണ്ട്. വഴിയിൽ വെച്ചവൻ നിന്നെ ഇട്ടേച്ച് പോകത്തില്ല. കഴിഞ്ഞ നാളെ വന്ന പ്രതിസന്ധി ഞാൻ നിന്നോട് കൂടെയിരുന്നു. ആ ദൈവം പറഞ്ഞു, ഈ 2025 നിന്റെ വർഷമായിരിക്കും. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടിയുടെ വർഷമായിരിക്കും. ജീവിതത്തിനകത്ത് ചിലതിനെ സ്പർശിക്കുന്ന ദിവസമായിരിക്കും. നിന്റെ ശബ്ദം, നിന്റെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമായിരിക്കും. ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നിന്നെ തകർന്നു പോയി എന്നൊക്കെ ഭാരപ്പെടേണ്ട. അതൊന്നും തിന്മയായി മാറിയിട്ടില്ല. ദൈവം പറഞ്ഞു, നാളുകളിൽ അത് നന്മയായി മാറാൻ പോകുക, നന്മയായി മാറാൻ പോകുക. ദൈവം പ്രവർത്തിച്ച ആർക്കും തടയാൻ പറ്റാത്ത ചില ദൈവ പ്രവർത്തികൾ അവയെ സ്വർഗം തങ്ങൾക്ക് വേണ്ടി അയക്കുമെന്നാണ് വീട്ടിലുള്ള എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നതാണ് ഈ സത്യവെളിച്ചം എന്ന് പറയുന്നത്. എത്ര തന്നെ ആരൊക്കെ വഴി എവിടെയൊക്കെ പോയാലും, എത്ര തന്നെ പരിഹസിച്ച് മാറി നിന്നാലും, എത്ര തന്നെ ആരൊക്കെ എവിടെയൊക്കെ വിധിക്കപ്പെടില്ല എന്ന് പറഞ്ഞാലും, സ്വർഗം പറയുന്നു, നിന്നെ വെളിച്ചമാക്കി തണ്ടിന്മേൽ വെച്ചിരിക്കുന്നത് കൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും പ്രകാശിപ്പിച്ചിരിക്കും. നിന്റെ കുടുംബത്തെ നീ പ്രകാശിപ്പിച്ചിരിക്കും. നിന്നെ നോക്കി സത്യം നടക്കത്തില്ല. ഒരു പക്ഷേ പരിഹാസങ്ങൾ ഏറ്റെന്ന് വരാം, നിന്നകൾ ഏറ്റെന്ന് പറയാം. നമ്മുടെ പ്രാണനാഥനും അത് ഏറ്റില്ലേ? മരണത്തെ ധ്യാനിച്ചുകൊണ്ടവൻ ഉയർത്തില്ലേ? ഇന്ന് പകരം യേശു പറയുന്നു, നമുക്കും ഉയർപ്പ് തന്നിരിക്കും. അടുത്തതിന്റെ 16 ഇങ്ങനെയാ പറയുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പറയാം, നമ്മളിൽ കൂടെ ചില നല്ല പ്രവൃത്തികൾ ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക് എന്നിലൂടെ ചില നല്ല പ്രവൃത്തികൾ ഈ വർഷം ചെയ്യണം. നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? അനേകർ കണ്ട് മഹത്വപ്പെടുവാൻ വേണ്ടി, അനേകർ കണ്ട് മഹത്വപ്പെടാൻ വേണ്ടി എന്നിലൂടെ ചില നല്ല പ്രവൃത്തികൾ ദൈവം ചെയ്യും. എന്നിലൂടെ ദൈവം ചെയ്യും. സഭയിലായിരിക്കുന്ന ദൈവമേ, നിന്നിലൂടെ ചില നല്ല പ്രവൃത്തികൾ ദൈവം ചെയ്യും. അതിന് നിന്റെ പ്രാർത്ഥന വിഷയത്തിനകത്ത് അത്ഭുതം നടന്നിരിക്കും. അത്ഭുതം നടക്കുമ്പോൾ നല്ല പ്രവൃത്തികളുമായി ദൈവത്തിന്റെ നാമത്തെ മഹത്വത്തിന് വേണ്ടി ദൈവം നിർത്തിയിരിക്കും. ജോലിക്ക് വേണ്ടി നിലവിളിക്കുന്ന ദൈവമേ, സ്വർഗം നിനക്ക് വേണ്ടിയും അത്ഭുതം ചെയ്തിരിക്കും. അങ്ങനെ തന്നെ നിന്നിൽ നടക്കാൻ പോകുന്ന നല്ല പ്രവൃത്തികൾ കണ്ട് അനേകർ മഹത്വപ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ടിരുന്നു കർത്താവ് ഈ വർഷം ഒരുക്കാൻ പോകുന്ന അത്ഭുതം തന്മലമേലെ ഇരുത്തും.
നിങ്ങളെ വളർത്തിയവർക്ക് ഹല്ലേലൂയ കർത്താവേ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം തന്ന സഭ ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. അതോടൊപ്പം ഒത്തിരി ചിന്തകൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. എഫെസ്യരിലേക്ക് വരുമ്പോൾ എഫെസ്യർ 5-ാം അധ്യായം വരുമ്പോൾ അവിടെ വെളിച്ചത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വ്യത്യസ്തമായ ഒരു ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടുത്തെ വെളിച്ചം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് വെളിച്ചത്തെ വെച്ച് തന്നെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ജീവിക്കുന്നവരെ നമുക്ക് കാണാം. ഹല്ലേലൂയ. തെറ്റായ മാർഗങ്ങളിൽ പോകുന്ന അനേകരെ കാണാം. നമ്മൾ അവരുടെ നടുവിൽ വ്യത്യസ്തയായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. 5:5 ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, ഹല്ലേലൂയ, വിഗ്രഹാരാധിയായ വ്യത്യാഗ്രഹി, ഇവർ ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിന് അവകാശമില്ല. ഹല്ലേലൂയ. വെളിച്ചം, യഥാർത്ഥ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ ഒരു ലിസ്റ്റിലും കാണത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് നോക്കാമെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ പോകുന്നവരെ കാണാം. പക്ഷേ നാം റൂട്ട് വിട്ട് പോകരുത്. നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പറയുന്നു, യഥാർത്ഥമായി പ്രകാശിക്കുന്നവർ ദൈവ കുഞ്ഞിന് മാത്രമേ ദൈവരാജ്യത്ത് പോകാൻ പറ്റൂ. ഈ ദൈവമൊരുക്കുന്ന വെളിച്ചത്തിന്റെ അനുഭവം വിട്ട് കടന്നു വരുന്ന ചിന്തകളൊന്നും ഒരു ദൈവ പൈതനെ ഭരിക്കരുത്. ഹല്ലേലൂയ. ദുർനടപ്പ്, ദൈവഹിതമില്ലാത്ത ഒന്നിനും ദൈവസഭ കടന്നു പോകരുത്. ഹല്ലേലൂയ. അശുദ്ധൻ, അശുദ്ധമായത് തിന്നുകയോ പ്രവർത്തിക്കുകയോ ഹല്ലേലൂയ ചിന്തിക്കുകയോ ചെയ്യാൻ ദൈവ മക്കൾക്ക് അവസരം ഉണ്ടാകരുത്. ഹല്ലേലൂയ. വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ആമേൻ. ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം പോലും പണമാകുന്ന വിഗ്രഹത്തിന്റെ പുറകെ പോകുന്നവരെ കാണാം. ഹല്ലേലൂയ. പണം ആവശ്യം ദൈവം തന്നു. ഹല്ലേലൂയ. ഒന്നിനും കുറവ് വരത്തില്ല. പക്ഷേ നീ ദൈവത്തെ വിട്ടുപോയാൽ അത് വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചാൽ നീ ഒരു വെളിച്ചമായി ഇതിന് ഈ പട്ടണത്തിൽ നീ ആഗ്രഹിക്കുന്ന രാജ്യത്ത് നിന്റെ വീട്ടിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് വിട്ട് കടന്നു പോകുന്ന വ്യക്തികളെയാണ് ഹല്ലേലൂയ വിഗ്രഹാരാധന പാടില്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവാരാധനയ്ക്ക് ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കാതെ ജീവിതത്തിൽ മറ്റേതിന് പ്രഥമ സ്ഥാനം കൊടുത്താലും അതെല്ലാം വിഗ്രഹാരാധനയായി മാറും. എന്നും പകൽ ആ വഴികളെ കണ്ടുപിടിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് തരുന്നയായുസ് ഞാനൊരു വെളിച്ചമായി തന്നെ ജീവിക്കും. എനിക്ക് തന്ന തലമുറയും അതേ വഴിയിൽ ഞാൻ വളർത്തും. ആ തീരുമാനത്തോടെ ആയിരിക്കണം ദൈവസഭ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം. എന്തൊക്കെ ലഭിച്ചാലും എത്ര സമയം ലഭിച്ചാലും തൃപ്തിയില്ലാത്ത ലോകത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ പോയാലും ഉള്ളത് കൊണ്ട് നാം തൃപ്തിപ്പെടുകയും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സമയം ദൈവത്തിന് മാറ്റി വെക്കുന്നവരായിരിക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ നീ മടി കാണിക്കരുത്. എത്ര സമയങ്ങളില്ലെങ്കിൽ കണ്ടെത്തി ദൈവത്തിന് പ്രധാന സമയം കൊടുക്കുന്ന ഒരു വ്യക്തിയായി സഭ തീരട്ടെ. ഹല്ലേലൂയ. വിഗ്രഹാരാധനയായിരുന്ന ദ്രവ്യാഗ്രഹമുള്ള വ്യക്തിക്ക് പിതാവിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും ദൈവരാജ്യത്തിന് അവകാശമില്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം വിട്ടുള്ള ഒരു കാര്യത്തിനും പോകരുത്. ഹല്ലേലൂയ. ദൈവം തരുന്ന സമയം ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുക. ദൈവം തരുന്ന പണം ദൈവനാമത്തിനുള്ളത് ദൈവനാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. ദൈവ വേലയ്ക്ക് ചെലവിടുക. ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ദ്രവ്യാഗ്രഹിക്ക് ദൈവത്തിന്റെ തരുന്ന നന്മ പോലും ദൈവം തരുന്ന നന്മ കൊണ്ട് തൃപ്തിപ്പെടാതെ ദൈവത്തിനുള്ളതും കൂടെ അപകരിക്കുന്നതായി കാണാം. അങ്ങനെയുള്ള നന്മകൾ ബൈബിൾ പറയുന്നു, ഒരു പക്ഷെങ്കിൽ സ്വരൂപിച്ചു വെച്ചാലും അടുത്ത തലമുറ അതിനെല്ലാം ചിതർപ്പിച്ച് കളയും.
നീ ദൈവത്തിന്റെ സമയത്തെ, ദൈവത്തിന്റെ സമ്പത്തിനെ ദൈവത്തിന് വേണ്ടി നീ മാറ്റിയിട്ട് ദ്രവ്യാഗ്രഹം കുറച്ചിട്ട യേശുവിന്റെ വഴിയെ നീ പോയാൽ നിന്റെ തലമുറയ്ക്ക് നീ സേവിങ് ചെയ്യാത്തത്, നീ ഒരിക്കൽ കൊടുക്കാത്തത് ദൈവം കൊടുത്തിരിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അതെന്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ അവന്റെ തലമുറയുടെ ബന്ധത്തിലും പരിശുദ്ധാത്മ ഒരുക്കിയത് ദൈവം എനിക്ക് കാണാൻ ഭാഗ്യമൊരുക്കിയിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് പറയുക, ദൈവത്തിന്റെ സമയത്തെ നീ മോട്ടിക്കരുത്, ദൈവം തരുന്ന പണത്തെ നീ മോട്ടിക്കരുത്, ദൈവം തരുന്ന ആരാധന ദിവസത്തെ നീ മോട്ടിക്കരുത്. ദൈവത്തിനാണ് പ്രധാന സ്ഥാനം കൊടുത്ത പ്രധാന സമയവും പണവും ആരോഗ്യവും മാറ്റിവെക്കാൻ ആരെങ്കിലും തയ്യാറായ നീ ഒരു പ്രകാശം തന്നെ. നിന്റെ പ്രകാശത്തിലേക്ക് അനേകർ വന്നിരിക്കും. നിന്റെ തലമുറ പ്രകാശം തന്നെ. അതിന്റെ 5:6 പറയുന്നു, വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. പലരും വ്യർത്ഥ മോഹന സംവിധാന വാക്കുകളുമായി അടുത്തു വരും. പക്ഷെ നീ മനസ്സിലാക്കണം, നീ ആ വ്യക്തിയെ പോലെയല്ല, ഞാൻ വ്യത്യസ്തനാണ്. ആ വ്യക്തിക്ക് എന്നെ ഒതുക്കി ഇരുത്താൻ പറ്റത്തില്ല. അവന്റെ കഥ അവന്റെ ഉള്ളിലിരിക്കും. എന്റെ പദ്ധതി എന്റെ യേശുവിന്റെ മാർഗമാണ്. നീ അതൊന്നും കേട്ട് വ്യർത്ഥ വാക്കുകളെ പറയാൻ നിന്റെ സമയത്തെ ചിലവഴിക്കരുത്. വചനം ധ്യാനിക്കാൻ ഈ സമയം കണ്ടെത്തിയിരിക്കണം. ബൈബിൾ പറയുന്നു, വ്യർത്ഥ വാക്ക് ദൈവത്തെ കുറിച്ചല്ലാതെ തെറ്റായ വാക്കുകൾ പറഞ്ഞ് ചതിയിലോട്ട് വലിച്ചോണ്ട് പോകും. തോട്ടത്തിൽ അവന്റെ അനുഗ്രഹത്തെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് അവൻ പുറത്തോട്ട് വലിച്ചോണ്ട് പോയത് വ്യർത്ഥ വാക്കിന്റെ പുറകെ പോയത് കൊണ്ട് സഭയോട് സ്വർഗം പറയുന്നു, വ്യർത്ഥ വാക്കുകളാൽ നിങ്ങളെ ആരും ചതിക്കരുത്. നിങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്തുനിന്ന് വലിച്ചോണ്ട് പോകാൻ അവരുടെ പദ്ധതികൾ സാധിക്കാൻ പിശാച് വരും. പക്ഷേ നീ അവരെ ജയിച്ചാൽ നീ ഒരു വെളിച്ചമായി നിനക്ക് നിൽക്കുവാൻ പറ്റും. ഈ വക നിമിത്തമല്ലോ ദൈവ കോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. പലയിടത്തും ദൈവത്തിന്റെ കോപം വരുമ്പോ അനുസരണം കെട്ടവർ അതിനകത്ത് അമർന്നു പോകുമ്പോ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശക്തിയെ അമർന്നിരിക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും തകർത്തിരിക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും നിന്നെ ഒളിച്ചിരുത്താൻ പറ്റത്തില്ല. അനുസരണക്കേടവേ, അനുസരണക്കേട് വരുമ്പോൾ അവർ ദൈവ കോപത്തിൽ പാത്രീഭൂതരായി മാറിക്കൊണ്ടിരിക്കുമ്പോ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോ ദൈവ പൈതൽ കൃപയിൽ നിന്ന് കൃപയിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു ശക്തിക്കോ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, അവനെ തകർക്കാൻ പറ്റത്തില്ല. ഇപ്പോഴോ കർത്താവിൽ നിങ്ങൾ വെളിച്ചമായിരിക്കും. കർത്താവിന് പ്രസാദമുള്ളതെന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുകയും. ദൈവം നമ്മൾ പ്രസാദിച്ചതുകൊണ്ട് കർത്താവ് പറയുന്നു, നമ്മെ വെളിച്ചമുള്ളവരാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന് പ്രസാദപ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം മുഴുവനും യേശുവപ്പായിരിക്കും. വെളിച്ചമുള്ളവരായി ഈ 2025 മുഴുവനും നമ്മെ സഭയെ ദൈവം നടത്താൻ പോകുക. ആ വെളിച്ചത്തിന്റെ ഫലങ്ങൾ ഇതിനകത്തുണ്ടാകും. ഇതിനകത്ത് കയറി വരുന്നവരും വെളിച്ചമായി മാറും. അവർക്കാർക്കും ഇവിടെ വിട്ട് പോകാൻ പറ്റത്തില്ല. പോകണമെന്ന് പിശാച് പറഞ്ഞാലും വ്യർത്ഥവാക്കുകൾ തോന്നിയാലും ഹോളി സ്പിരിറ്റോട്ട് ചേർന്നവരെ ഇതിനകത്ത് ദൈവം കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വർഷം പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹവും ദൈവമില്ലാത്തടത്ത് പ്രതികൂലങ്ങളും അപകടങ്ങളും ഞെട്ടിക്കുന്ന സംവിധാനങ്ങളും കേൾക്കും. രാജ്യത്ത് പോലും അമ്പരപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഭയാനകരമായ വാർത്തകൾ കേൾക്കും. ഭൂചലനങ്ങൾ കേൾക്കും. ഉയർപ്പൊട്ടലുകൾ കേൾക്കും. അപകടത്തിന്മേൽ അപകട വാർത്തകൾ കേൾക്കും. പക്ഷേ ദൈവകുഞ്ഞേ, നിന്നെ ഒരു പ്രകാശമാക്കി ദൈവം വെച്ചിരിക്കും. അതാ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. രാജ്യത്തെന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും എവിടെയൊക്കെ യുദ്ധം നടന്നാലും എന്തൊക്കെ പരാജയങ്ങൾ വന്നാലും സ്വർഗ
സ്വർഗം നിന്നെ സൂക്ഷിച്ചിരിക്കും. നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവത്തോടൊപ്പം നാം നടക്കുമ്പോൾ ഹല്ലേലൂയ, ബൈബിൾ 3 പദം നമുക്ക് ഇവിടെ എടുത്തു പറയുന്നു. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഹല്ലേലൂയ. വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ ചില ഫലങ്ങളുടെ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതിനൊത്തിരി സമയം ചിന്തകളിലോട്ട് പോയ ഹല്ലേലൂയ, നമുക്ക് പറയാം കർത്താവ് വെളിച്ചത്തിന്റെ ഫലം എന്നിൽ വരും. ഹല്ലേലൂയ. വിവാഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 2025 കുടുംബങ്ങളിൽ അത് നടക്കും. ഹല്ലേലൂയ. ആത്മാവ് ചെയ്തിരിക്കും. നീ ഒരു വെളിച്ചമായി, നിന്റെ തലമുറ ഒരു വെളിച്ചമായി നിർത്തിയാൽ മതി. സകലത്തെ കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ആമേ. ഹല്ലേലൂയ. വെളിച്ചത്തിന് തെളിവും സ്പഷ്ടതയും ഉള്ളതുപോലെ ദൈവം തരുന്നതെല്ലാം അങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം അങ്ങനെയുള്ള വിട്ടുതരുകൾ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമോൾ, നീ അനാഥയല്ല. നമ്മെ സ്വർഗം നിന്നോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും വിഷമതയോടെ നീറി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്നേഹിച്ചവരും ഉറ്റവരെല്ലാം നിന്നെ തള്ളിയാലും യേശു പറയുന്നു, ഒരമ്മ തന്റെ കുഞ്ഞിനെ അടയ്ക്കുന്നത് പോലെ സ്വർഗം നിന്നെ അടച്ചു പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മെ ദൈവത്തോട് പറയണം, യേശുവേ, ഞാനൊരു അനാഥയല്ല, എനിക്കൊരു നാഥനുണ്ടെന്ന്. ആമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നോട് ഇടപെടുന്നതിനായി സ്തോത്രം. ആ നാഥൻ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുന്ന വിടുതലുകൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഉറങ്ങി ആരോടും പറയാൻ പറ്റാതെ നൊമ്പരത്തോടെയാണ് വന്നത്. ആ വിഷയത്തിനകത്ത് ഇന്നും പകൽ സ്വർഗം തോടും. നിന്റെ അനാഥത്വ സ്വർഗം എടുത്തു മാറ്റും. അത്ഭുത വഴികളിലൂടെ സ്വർഗം നിന്നെ നടത്തും. അവൻ നിനക്ക് വേണ്ടി സ്വർഗം കരുതും. ഈ വർഷം നീ അത് അനുഭവിക്കാൻ പോകുക. നീ വന്നതല്ല, സ്വർഗമാണ് ഇന്ന് പകൽക്കാലം കൊണ്ടുവന്നതെന്ന് ആത്മാവാലോചന പറയുന്നു. എന്ത് ചെയ്യണം, എവിടെ പോണം, എങ്ങനെയാണ് എന്റെ ലൈഫ് എന്നോർത്ത് പല ക്വസ്റ്റ്യനുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നീ നീറിയത് സ്വർഗം കണ്ടു. സ്വർഗം പറയുന്നു, അതിനകത്ത് എണ്ണി ദൈവം നിനക്ക് ആൻസർ തരാൻ പോകുക. ഈ പ്രാണനാഥനെ മുറുകെ പഠിച്ചു കൊള്ളണം. അവന്റെ ആശ്വാസം എന്ന് പറയുന്നത് ഒരമ്മ തന്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ. കുഞ്ഞുങ്ങൾ എത്രമാത്രം മാതാപിതാക്കൾ താലോലിക്കും. അതിന്റെ എത്രയോ മടങ്ങ് ദൈവത്തിന്റെ പ്രവൃത്തിയെന്ന് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. അടുത്ത ഭാഗത്തിലോട്ട് വരുന്നു. ഹല്ലേലൂയ. വെളിച്ചം പോലെ തെളിവായി അത്ഭുതങ്ങളിൽ നടക്കും. എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും. എന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും. ഇന്ന് പകൽക്കാലം പറ, എന്റെ വിഷയത്തിനകത്ത് അത്ഭുതം നടക്കും. ഈ വർഷം നിനക്ക് വേണ്ടിയത് സ്വർഗം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. നീ വ്യത്യസ്തമായ നിലവാരങ്ങൾ സ്വർഗം നിന്നെ ചലിപ്പിച്ചിരിക്കും. വെളിച്ചം ആർക്കും മറച്ചു വെക്കാൻ പറ്റത്തില്ല. സാക്ഷാൽ ഒരു വെളിച്ചമായി ഞാൻ ശോഭിക്കും എന്നൊരു സമർപ്പണത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് സഭ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിച്ചം പോലെ തെളിവായി ഞാൻ പ്രകാശിക്കാൻ പോകുക. കർത്താവ്, എന്റെ വിഷയത്തിനകത്ത്, എന്റെ വീട്ടിനകത്ത്, എന്റെ കുടുംബത്തിനകത്ത്, ഒറ്റപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത്, വേദന അനുഭവിക്കുന്ന വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത്, എന്റെ തലമുറ വിഷയത്തിനകത്ത്, ദൈവത്തിന്റെ വെളിച്ചം ഇന്ന് പകൽ അടിച്ചതിനായി നന്ദി. ഞാൻ വെളിച്ചമാക്കി സ്വർഗമെന്ന് തീർക്കുന്നതിനായി നന്ദി. പ്രാർത്ഥിച്ച് സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ മേലും ദൈവകരം തൊട്ടതിനായി നന്ദി. ഈ സന്ദേശം
സന്ദേശം ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും അവരുടെ കുടുംബത്തിനകത്തും അവരെ വ്യത്യസ്തമാക്കി സ്വർഗം നിർത്താൻ പോകുന്നതിനായി നന്ദി. ആമേൻ. വെളിച്ചത്തിന്റെ മുമ്പിൽ ഒരിടത്തും നിൽക്കാതെ എല്ലാ പ്രശ്നങ്ങളെയും യേശുവിന്റെ നാമത്തിൽ തരണം ചെയ്തുകൊണ്ട് സാക്ഷാൽ വെളിച്ചമായി ജീവിപ്പാൻ എല്ലാവരുടെ പേരിൽ കൃപ പകർന്നാട്ടെ. നിത്യതയുടെ മുതലുകളാക്കി സ്വർഗം എല്ലാവരെയും തീർക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.